നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന പ്രൊഫൈൽ രാജേഷ് കുമാർ എന്ന ആൺകുട്ടിയുടെയാണ്. രാജേഷ് കുമാർ സെക്കൻഡ് മാരേജാണ്. ശുദ്ധജാതകം, ചെറിയ സ്ലൈറ്റ് ദോഷം ജാതകത്തിൽ, മകം നക്ഷത്രം, 50 വയസ്സാണ് ആ കുട്ടിക്ക്. സെക്കൻഡ് മാരേജാണ്. സീനിയർ സെൻട്രൽ ഗവൺമെൻറ് ഓഫീസറാണ് തിരുവനന്തപുരത്ത്. 20 ലക്ഷം രൂപ സാലറി ഉണ്ട്. ക്വിസാറ്റിൽ നിന്ന് MTech പാസ്സായിട്ടുള്ള കുട്ടിയാണ്. അച്ഛൻ രാമകൃഷ്ണൻ നായർ മരണപ്പെട്ടു പോയിരിക്കുന്നു. ഒരു ബ്രദറാണുള്ളത്. ബ്രദർ ബാംഗ്ലൂർ സെറ്റിൽഡാണ്. അമ്മ അംബിക കുഞ്ഞമ്മ എന്നാണ് ഇവരുടെ പേര്. എറണാകുളത്താണ് താമസിക്കുന്നത്. ഹൈറ്റ് വന്നിട്ട് 164 സെൻറ്റിമീറ്റർ, 76 കിലോ വെയ്റ്റ്. അപ്പോൾ ഇതാണ് രാജേഷ് കുമാർ ആർ എന്ന് പറഞ്ഞ കുട്ടിയുടെ പ്രൊഫൈല്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. രാജേഷ് കുമാർ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. സെക്കൻഡ് മാരേജാണ്. 50 വയസ്സ്. അമ്മ അംബിക കുഞ്ഞമ്മ. എറണാകുളത്താണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ. ഏകദേശം 20 ലക്ഷം രൂപ ശമ്പളമുണ്ട്. മകമാണ് നക്ഷത്രം. മകൻ നക്ഷത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. MTech ആണ് ക്വാളിഫിക്കേഷൻ. ഹൈറ്റ് വന്നിട്ട് 164, വെയ്റ്റ് വന്നിട്ട് 76 കിലോഗ്രാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രാജേഷ് കുമാറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. താല്പര്യമുള്ള സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ വേണം, സെക്കൻഡ് മാരേജ് പരിഗണിക്കുന്നതാണ് എന്നൊക്കെ പറയുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ പേരൻസിന് അത് നന്നായിട്ട് നോക്കാവുന്ന ഒരു പ്രൊഫൈലാണ്. ഹൈലി ക്വാളിഫൈഡ് ആണ്. MTech ആണ് ആ കുട്ടി. ഓക്കെ. അപ്പം നമ്മൾ എന്ത് പാസ്സായി കഴിഞ്ഞാലും, അല്ലെങ്കിൽ എത്ര ഉന്നത വിദ്യാഭ്യാസം നമ്മൾ നേടിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ അച്ഛൻ അമ്മ എത്ര വലിയ വലിയ ഉദ്യോഗസ്ഥരായി കഴിഞ്ഞാലും, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറയുന്ന ചെറിയ ചെറിയ തെറ്റുകൾ കാരണമാണ് നല്ലൊരു ശതമാനം കല്യാണങ്ങൾ മുടങ്ങിക്കിടക്കുന്നത്, അല്ലെങ്കിൽ കല്യാണം നടക്കാത്തൊരവസ്ഥ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അറിയാൻ വേണ്ടി പറയുകയാണ്. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ എന്നെ ഇവിടെ ഒരു ഫാമിലി വന്ന് കാണുകയുണ്ടായി. അവർ പറഞ്ഞത് 4-5 വർഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വിവാഹം നടക്കുന്നില്ല. അപ്പോൾ അച്ഛൻ തന്നെ MTech ആണ് അന്നത്തെ കാലത്ത്. അമ്മ PhD ആണ്. ഹൈലി ക്വാളിഫൈഡ് ആണ് പേരൻസ് തന്നെ. മകനും MTech ആണ്. ആ കുട്ടി കാണാനും നല്ല ഭംഗിയൊക്കെയാണ്. പക്ഷേ വിവാഹം മാത്രം നടക്കുന്നില്ല. ഞാൻ അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയിട്ട് ഞാൻ എന്താ പറയേണ്ടത് എന്ന് എനിക്കറിയാതെ. കാരണം ഇത്രയും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളോട് ഇപ്പം എന്താ ഞാൻ പറയുക. ഞാൻ കുറേ ആലോചിച്ചു എങ്ങനെ ഇവരെ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം എന്നുള്ളത്. കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി ഇവരോട് ചോദിച്ചു കളയാം. ഏതെങ്കിലും പെൺകുട്ടികളുടെ പേരൻസ് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് പറയാറ്, നിങ്ങൾ അവരുമായിട്ട് എന്തൊക്കെയാണ് ഷെയർ ചെയ്യാറ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇവരെന്നോട് പറഞ്ഞ ഒരു വരി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ജാതകം നോക്കുന്നില്ല, ഞങ്ങൾക്ക് ജാതകത്തിനോട് താല്പര്യമില്ല, ഞങ്ങൾ ഒരിക്കലും ജാതകത്തിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിക്കാൻ പോകില്ല, ഞങ്ങൾ നോക്കാറുമില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം പറയും ജാതകം ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, വേറെ ഒന്നും ഇനി എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഞാൻ അവരോട് പറഞ്ഞത്, ഒരു കാരണവശാലും
ആരോടും, സ്വന്തം റിലേറ്റീവ്സിനോട് വരെ നമ്മൾ ജാതകം നോക്കുന്നില്ല എന്ന് പറയരുത്. നിങ്ങൾക്ക് ജാതകം നോക്കാം, നോക്കാതിരിക്കാം, പക്ഷേ അത് ആരെയും അറിയിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ചിലപ്പോൾ വളരെ ട്രാൻസ്പെറൻ്റ് ആണ്, ഞങ്ങൾ വളരെ സത്യസന്ധമായിട്ട് അങ്ങോട്ട് പറയുകയാണെന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ അത് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ജാതകം നോക്കുന്നില്ല എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഒരു കുറ്റം പോലെയാണ്. അപ്പോൾ ആരോടും ചാടിക്കേറി അത് പറയരുത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായി മാറും. എല്ലാവരോടും പറയാം, ജാതകം ഞങ്ങൾ നോക്കും, പക്ഷെ ഞങ്ങളുടെ പണിക്കരിപ്പോൾ ഇവിടെ സ്ഥലത്തില്ല, പണിക്കർ വന്നു കഴിഞ്ഞാൽ നോക്കാം, അല്ലെങ്കിൽ നമ്മളുടെ പണിക്കർ വരുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ അയാളുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമ്മൾ നോക്കിക്കോളാം, നിങ്ങൾ നോക്കിക്കോളൂ. അല്ലാണ്ട് ഒറ്റ അടിക്ക് ഒരാളോട് പറയരുത് ജാതകം ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾ ജാതകം നോക്കുന്നില്ല എന്നുള്ള ഒരു വർത്തമാനം ഒരിക്കലും പറയരുത്. അപ്പോൾ ഇതാണ് എനിക്ക് ജാതകമൊക്കെ നോക്കാത്തവരോട് പറയാനുള്ളത്. ഇതൊരു വലിയ ഇഷ്യൂ ആണ്, ജാതകം നോക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ രാജേഷ് കുമാറിനെ പറ്റി ഒരിക്കൽ കൂടെ ഞാൻ പറയാം. രാജേഷ് കുമാർ ആർ സെക്കൻഡ് മാരേജ് ആണ് രാജേഷ് കുമാറിൻ്റെ. മകം നക്ഷത്രമാണ്, സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത്. 20 ലക്ഷത്തോളം രൂപ സാലറി ഉണ്ട് അദ്ദേഹത്തിന്. മകം നക്ഷത്രമാണ്. ഹൈറ്റ് വന്നിട്ട് 164 സെൻറ്റിമീറ്റർ, വെയ്റ്റ് വന്നിട്ട് 76 കിലോ ആണ്. ഇവർ താമസിക്കുന്നത് അല്ലെങ്കിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നത് എറണാകുളത്താണ്. അച്ഛൻ മരണപ്പെട്ടു പോയിരിക്കുന്നു. രാമകൃഷ്ണൻ നായരാണ് അച്ഛൻ. ഒരു ബ്രദർ ബാംഗ്ലൂർ സെറ്റിൽഡാണ്. പിന്നെ അമ്മയാണ് അംബിക കുഞ്ഞമ്മ. ഇവർ അമ്മയും മകനൊക്കെ എറണാകുളത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ